السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം വിത്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചില സഹോദരങ്ങൾ പല സന്ദർഭങ്ങളിലായി ചോദിച്ചിട്ടുള്ള സംശയങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് സംശയങ്ങളുടെ ഒരു ചെറിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമതായിട്ട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടിട്ടുള്ളത്, ആളുകൾ തറാവീഹ് നമസ്കരിക്കുമ്പോൾ വിത്റാക്കാതെ പിരിഞ്ഞു പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്ന്. രണ്ടാമത്തത്, വിത്ർ നമസ്കരിച്ചതിന് ശേഷം പിന്നീട് സുന്നത്ത് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്, രാത്രി നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. റമദാനിൽ അത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും റമദാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി രാത്രി നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് രാത്രി നിസ്കാരത്തിൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള രീതികൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഇന്ന് തറാവീഹ് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ 4 നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, ഇമാമിന്റെ പിന്നിൽ നിന്ന് തറാവീഹ് നിസ്കരിക്കും, എന്നിട്ട് 4 റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത് 6 റക്അത്ത് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകും. ഒന്ന്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ 8 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ഷഫ്ഉം വിത്റും നിസ്കരിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോകും. വിത്റാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോകും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ ഇമാമിന്റെ കൂടെ 10 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് വിത്ർ അത് ഒഴിവാക്കിയിട്ട് അവർ നിസ്കാരം അവസാനിപ്പിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോകും. നാലാമത്തെ ഒരു വിഭാഗം തറാവീഹിൽ പൂർണ്ണമായിട്ട് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 4 രീതികളിൽ സുന്നത്തിനോട് അടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടുള്ളത്, തറാവീഹ് നിസ്കരിക്കുന്ന ഒരാൾ ആ ഇമാമിനെ പൂർണ്ണമായിട്ട് പിന്തുടരുക, ഇമാമ് സലാം വിട്ടുന്നത് വരെ ആ നമസ്കാരത്തിൽ പിന്തുടർന്നിട്ട് പൂർത്തിയാക്കി ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്. ഇവിടെ ഒന്നാമത്തെ നിലപാടും രണ്ടാമത്തെ നിലപാടും മൂന്നാമത്തെ നിലപാടും, ആ നിലപാടിനെ സംബന്ധിച്ചുള്ള ഹുക്കം എന്താണ്? ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ 10 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ 8 നിസ്കരിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ടത്,
അവിടെ നിസ്കാരം സ്വഹീഹാണ്. അവരെ വീട്ടിൽ വെച്ചിട്ട് ബാക്കി നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാണ്. ആ നിസ്കാരത്തിന് പ്രതിഫലം കിട്ടുന്നുള്ള കാര്യത്തിലും സംശയമല്ല. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് അടുത്തതും സുന്നത്തിനോട് യോജിച്ചതും അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത് ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. തറാവി നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് വരാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായിട്ട് തറാവി നിസ്കരിക്കാതെ പല റക്അത്തുകൾ നിസ്കരിച്ചുകൊണ്ട് പോരുന്ന ആളുകൾക്ക് രണ്ട് തെറ്റിദ്ധാരണകളാണ് പ്രധാനമായിട്ട് അവർക്കുള്ളത്. അതിലൊന്നാമത്തെ തെറ്റിദ്ധാരണ, രാത്രിയുടെ അവസാനത്തിൽ വിത്റാക്കുന്നതാണല്ലോ അഫ്ദലായിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. രാത്രിയുടെ അവസാനത്തിൽ വിത്റാക്കുന്നതാണ് അഫ്ദലായിട്ടുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുണ്ട്. ഞാൻ ആ ഹദീസുകളൊന്നും ഉദ്ധരിക്കുന്നില്ല. അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ പങ്കെടുക്കുകയും എന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നിട്ട് ബാക്കി നിസ്കരിക്കുകയും ചെയ്യുന്നത് അഫ്ദലാണ് എന്നുള്ള ധാരണയിലാണ് ചില ആളുകൾ ഇമാമിനെ പിരിഞ്ഞു പോകുന്നത്. 8 ആണെങ്കിലും 10 ആണെങ്കിലും 6 ആണെങ്കിലും ഒക്കെ ഇമാമിനെ പിരിഞ്ഞു പോകുന്നത് ആ ഒരു ധാരണയിലാണ്. പിന്നീട് വീട്ടിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതാണ് ഈ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ദലായിട്ടുള്ളത് എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ഒന്നാമത്തത് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. രണ്ടാമതൊരു വിഷയം അതിലുള്ളത്, വിത്ർ നമസ്കരിച്ചാൽ പിന്നീടൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണ. വിത്റാക്കി കഴിഞ്ഞാൽ പിന്നീട് വേറെ നിസ്കാരമൊന്നും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ രാത്രിയിലുള്ള നിസ്കാരം നിങ്ങൾ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കണം. ആ ഹദീസ് സംബന്ധിച്ച് എന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ, ഇത് വിത്റാക്കി കഴിഞ്ഞാൽ പിന്നീട് നിസ്കരിക്കാൻ പാടില്ല. കാരണം രാത്രി നിസ്കാരം അവസാനിപ്പിക്കേണ്ടത് അവസാനത്തെ നിസ്കാരം ഒറ്റയാക്കിയിട്ടായിരിക്കണം. അതിനെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ പറയുന്നു. ഈ ഒരു രണ്ട് തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് പറയാൻ കാരണം എന്താ വെച്ചാല്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, അതിലൊരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട്, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ. ഇതാണ് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുള്ള ഹദീസ്. ഇത് സുനനുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. തിർമിദി, അബൂദാവൂദ്, നസായി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മൻ ഖാമ മഅൽ ഇമാമി, ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, ഹത്താ യൻസരിഫ, ആ ഇമാം ആ നമസ്കാരത്തിൽ നിന്നും പിരിയുന്നത് വരെ, ആ നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ കുതിബ ലഹു ഖിയാമുൽ ലൈല, അവന് രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെട്ടു. ഇതാണ് ഹദീസ്. ഈ ഹദീസ് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പൊ അയാൾ നിസ്കരിക്കേണ്ടത് ഇമാം ആ നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നത് വരെ. അപ്പൊ ഒരാൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഇമാമിന്റെ പിന്നിൽ നിന്ന് ആ നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ നിസ്കാരം പൂർത്തിയാക്കണം, അതുവരെ നിസ്കരിക്കണം. എങ്കിൽ അവന് രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംശയം തീരും. എന്ത്? 4 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കേണ്ടത് രാത്രി അവസാനം നിസ്കരിക്കേണ്ടതാണ് ഏറ്റവും നല്ല രീതി എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. ആ ഹദീസിന്റെ പൂർണ്ണ ഭാഗം ഞാൻ വായിച്ചുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 3 ദിവസം ആണ് പള്ളിയിൽ വെച്ചിട്ട് റമദാനിൽ തറാവീഹ് ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് 3 ദിവസമാണ് നിസ്കരിച്ചത്. അത് വിശദീകരിക്കുന്ന ഹദീസിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയണം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചത് 25-ന് 23-ന്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് 23-നാണ്. ആദ്യത്തെ ദിവസം നിസ്കരിക്കുന്നത് ഹത്താ ദഹബ സുലുസുൽ ലൈലി, രാത്രിയുടെ 1/3 ഭാഗം നിസ്കരിച്ചു. ശ്രദ്ധിക്കണം, രാത്രിയുടെ 1/3 ഭാഗം നിസ്കരിച്ചു 23-ന്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് 25-നാണ്. വഖാമ ബിനാ ഫിൽ ഖാമിസത്തി ഹത്താ ദഹബ ശത്റുൽ ലൈലി, അന്ന് നിസ്കരിച്ചത് രാത്രിയുടെ ശത്ർ, അതായത് നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി വരെ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. ഞാൻ ഹദീസിന്റെ ചുരുക്കഭാഗമാണ് പറയുന്നത്. രാത്രിയുടെ പകുതി വരെ. അങ്ങനെ പകുതി വരെ നിസ്കരിച്ച സന്ദർഭത്തിലാണ് സ്വഹാബികൾ ചോദിക്കണം, ഫഖുൽനാ ലഹു യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ലൗ നഫൽതനാ ബഖിയ്യത ലൈലത്തിനാ ഹാദിഹി, ഇതാണ് ചോദ്യം. ഇനി രാത്രിയുടെ ബാക്കിയുള്ള ഭാഗം കൂടി ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചുകൂടെ, എങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ഇതാണ് ചോദ്യം. രാത്രി പകുതി നിസ്കരിച്ചിട്ടുണ്ട്, അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചുകൂടെ. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ. ആരാണോ ഇമാമിനെ പൂർത്തിയാക്കി രാത്രി നമസ്കരിക്കുന്നത് അവന്
ആ രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ സന്ദർഭത്തിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ചോദ്യം എന്താണ്? പകുതി നിസ്കരിച്ചിട്ടുണ്ട്, രാത്രിന്റെ പകുതി ഭാഗം നിസ്കരിച്ചിട്ടുണ്ട്, ആ ബാക്കിയുള്ള ഭാഗം കൂടി നിസ്കരിച്ചുകൂടെ എന്നതാണ് ചോദ്യം. അതിനാണ് പ്രവാചകന്റെ മറുപടി എന്ത്? ഒരാൾ ഇമാമിനെ പിന്തുടർന്ന് ആ നിസ്കാരം പൂർത്തിയാക്കിയാൽ അവന് രാത്രി മുഴുവനും നിസ്കരിച്ച് പ്രതിഫലം കിട്ടും. ഇവിടെ കുത്തിബ ലഹു ഖിയാമുൽ ലൈല എന്നുള്ളതിന് ഇതിന്റെ ശാരീഹ്യങ്ങൾ വിശദീകരണം കൊടുത്തിട്ടുള്ളത് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അതിന്റെ ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ വായിച്ചുതരാം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 27ാമത്തെ ദിവസം നിസ്കരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വരുന്നത്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത് എന്താണ്? പകുതി നിസ്കരിച്ചതിന് ശേഷം അന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, ആ ബാക്കി ഭാഗം കൂടി നിസ്കരിച്ചൂടെ എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞോ, ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബാക്കി നിസ്കരിച്ചോ എന്നുള്ളത് പറഞ്ഞോ? രാത്രിയുടെ അവസാനാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വഹാബികളോട് പറഞ്ഞോ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് രാത്രിയുടെ അവസാന ഭാഗത്ത് ബാക്കി നിസ്കരിച്ചോ എന്നുള്ളത് പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിത്തറാക്കിക്കോ എന്നുള്ളത് പറഞ്ഞോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തോ? അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല. മറിച്ച് പറഞ്ഞാൽ എന്താ? ഇമാമിനെ പൂർത്തിയാക്കി നിസ്കരിച്ചാൽ അവന് ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം ലഭിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വയുഖാലു ഹാഹുന, ഇവിടെ ആ ചോദ്യവും അതിന്റെ ഉത്തരവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഹ്സുലു ലഹു സവാബ ലൈലത്തിൻ കാമില, ഇമാമിനെ ഒരാൾ പിന്തുടർന്ന് നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിന്റെ ഷറഹിൽ പറയണ മുബാറക് ഫൂരി പറയണ യഹ്സുലു ലഹു സവാബ ലൈലത്തിൻ കാമില, ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അവന് കിട്ടും ഇമാമിനെ പൂർത്തിയാക്കി നിസ്കരിച്ചാൽ. അപ്പൊ പിന്നെ 4 കഴിഞ്ഞിട്ട് പോരേണ്ട ആവശ്യമുണ്ടോ? 8 നിസ്കരിച്ചിട്ട് പോരേണ്ട ആവശ്യമുണ്ടോ? 10 നിസ്കരിച്ചിട്ട് പോരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ ഹദീസും അതിന്റെ വിശദീകരണവും ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മുബാറക് ഫൂരി അതിന്റെ തൊട്ട് താഴെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയണ്, പിന്നെ അബൂദർ ഗിഫാർ റളിയല്ലാഹു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം അതിന് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണ് വഹാദാ യഖ്തദി അൻ യുജീബ, ഇവിടെ നമുക്ക് ഉത്തരം നൽകാൻ പറ്റും ബി അന്നഹു ലാ യഹ്താജു ഇലാ ഖിയാമി ബഖിയത്തിൽ ലൈല, രാത്രിന്റെ പകുതിയാണ് നിസ്കരിച്ചത്, അതിന്റെ ബാക്കി നിസ്കരിക്കേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ലിഅന്ന സവാബൽ ലൈലത്തി താമത്തി ഖദ് ഹസ്സല ബിൽ ഖദ്രി ലദി ഖാമ ബിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് നിസ്കരിച്ച പകുതി ഉണ്ടല്ലോ, ആ പകുതി കൊണ്ട് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അതിലൂടെ അവർക്ക് കിട്ടണം. അതാണ് ഈ ഹദീസിന്റെ വിശദീകരണം എന്നുള്ളത് മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ലൗ നഫൽതന എന്നുള്ളതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൗ ഖുംത ബിന തൂല ലൈലത്തിന, രാത്രി മുഴുവനും അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചുകൂടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സഹാബത്ത് ചോദിച്ചത്. രാത്രി മുഴുവനും, പകുതിയാണല്ലോ നിസ്കരിച്ചത്, അപ്പൊ രാത്രി മുഴുവനും ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചുകൂടെ, എങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നത് സഹാബത്ത് പറഞ്ഞ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഒരാൾ ഇമാമിനെ പിന്തുടർന്നു, ഇമാമിനെ പിന്നെ ആ നിസ്കാരം പൂർത്തിയാക്കി എങ്കിൽ അവന് ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അവന് കിട്ടും എന്നുള്ളത് പറഞ്ഞത് ആ സന്ദർഭത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്പൊ മുബാറക് ഫൂരിയുടെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, 11-ലധികം നിസ്കരിക്കുന്ന ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നിസ്കരിക്കണം, അങ്ങനെയാണെങ്കിൽ 11-ൽ പിരിഞ്ഞു പോന്നാൽ, വിത്തറടക്കം നിസ്കരിച്ചിട്ട് 11 നിസ്കരിച്ചിട്ട് ആ ഇമാമിനെ പിന്തുടർന്ന് പോന്നാൽ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള പ്രതിഫലം കിട്ടുമോ? ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചു. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, ആ ഹദീസിൽ പറഞ്ഞ പ്രതിഫലം കിട്ടണമെങ്കിൽ ആ ഇമാമിനെ തന്നെ പിന്തുടർന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം പൂർത്തിയാക്കണം. ആ നിസ്കാരം, ആ തറാവി നിസ്കാരം ആ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കണം, എങ്കിൽ മാത്രമാണ് അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ദർസ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഈ ഹദീസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരാൾക്ക് നിസ്കരിക്കുക എന്നുള്ളത് അയാൾക്ക് യോജിച്ചതാണോ അല്ലേ? സദസ്യരോട് ചോദിക്കണം. എന്നിട്ട് അദ്ദേഹം പറയണേ,
പ്രവാചകന് എന്ത് പറയാമായിരുന്നു? അൽബാബു മഫ്തൂഹുലക്കും സൊല്ലു ബഅദന ഹത്താ യൻതഹിയൽ ലൈൽ. നിങ്ങളുടെ മുമ്പിൽ സുന്നത്തിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്, അതുകൊണ്ട് രാത്രി അവസാനിക്കുന്നത് വരെ നിങ്ങൾ നിസ്കരിച്ചോലും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പറയാമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ല. എന്നിട്ട് ഇബ്നു സൈം പറയണം, ഇത് അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള യസ്സറ അലൽ ഇബാദി വതഫല്ലല അലൈഹിം, അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഫضലാണ്. അള്ളാഹു അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തതാണ്. ഒരു ഇമാമിനെ പിന്തുടർന്ന് ആ നിസ്കാരം, ആ തറാവി നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നുള്ളത്. എന്നിട്ട് ഇബ്നു സൈം വിശദീകരിക്കുകയാണ്, അന്ന ഹാദാ ഹുവൽ അഫ്ളൽ ലിഅന്ന റസൂല യഅലമു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അന്നഹു ലൗ കാന ഹുനാക അംറുൻ മശ്റൂഉൻ, അവിടെ ശറഅക്കപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ, അൻ യഖൂമൻ നാസ്, ജനങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ, ബഅദ ഹാദാ, അതിനുശേഷവും ജനങ്ങൾക്ക് നിന്ന് നിസ്കരിക്കലാണ് ഖൈറായിരുന്നെങ്കിൽ, അതായിരുന്നു ശർആയിരുന്നെങ്കിൽ, ലഖാല ലഹും ദാലിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അവരോട് ആ കാര്യം പറയുമായിരുന്നു. വലം യക്തുംഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം മറച്ചു വെക്കുമായിരുന്നില്ല. അപ്പൊ ആ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ, ഖൈർ ആ നിസ്കാരത്തിന്റെ ബാക്കി അത് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കലായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറച്ചു വെക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് തൊട്ടു താഴെ ഇബ്നു ഹുസൈം വിശദീകരിക്കുന്നതുകൊണ്ട് വെച്ചാൽ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ വസയുക്തബു ലഹു ഖിയാമ ലൈല, ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തപ്പെടും. വലൗ കാനൂ നാഇമീന അലാ ഫുർഷി, അവർ അവരുടെ വിരിപ്പുകളിൽ, അവരുടെ ബെഡുകളിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും ആ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളത് ഇബ്നു ഹുസൈം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വിശദീകരിച്ചിട്ട് പറയണം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്. ഇവിടെ നേരത്തെ പറഞ്ഞത് 8 നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോവുക, 10 നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോവുക, 4 നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോവുക. അപ്പൊ ഇതൊക്കെ ആളുകൾ ചെയ്യണമെന്ന് വെച്ചാല് രാത്രിയിലെ അവസാന ഭാഗത്ത് നിസ്കരിക്കുന്നതാണല്ലോ ഖൈർ, അതാണല്ലോ അഫ്ളൽ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിരിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മളൊരാൾ ഒറ്റക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് രാത്രിയുടെ അവസാന ഭാഗത്ത് വിത്തറാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഖൈർ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് റമദാനില് തറാവീഹ് ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. അവിടെ അഫ്ളൽ എന്താണ്? ആ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് 4 രൂപത്തിലുള്ള ആളുകളെ കുറിച്ച് ചോദിച്ചു. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾ, 10 റക്അത്ത് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾ, പിന്നെ 8 റക്അത്ത് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾ, അതേപോലെ തന്നെ തറാവി നിസ്കരിച്ചതിന് ശേഷം 1 റക്അത്ത് കൂടി എക്സ്ട്രാ നിസ്കരിക്കുക. അതായത് വിത്ർ നിസ്കരിച്ച് ഇമാമു സലാം കിട്ടിയതിനു ശേഷം എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിക്കുക. അതിനെ സംബന്ധിച്ച് എന്താന്നുള്ളതിന്റെ വിധി എന്നുള്ളത് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ 4 രൂപത്തെ കുറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാല്, ജമീഉ മാ ദുക്റഹു അസ്സായിലു ജായിസുൻ, ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ള എല്ലാ രൂപങ്ങളും ജായിസാണ്, എല്ലാം ജായിസാണ്. വൽ അംറു ഫീ ദാലിക വാസിഉൻ വൽഹംദുലില്ലാ, കാരണം രാത്രി നിസ്കാരം എന്നുള്ളത് അങ്ങനെയാണ്, ആ രൂപത്തിലാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വാസിയായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നത് സുന്നത്താണല്ലോ. അപ്പൊ അയാൾക്ക് പ്രതിഫലം കിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരാൾ 8 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നു, പിന്നെ അതുകൊണ്ട് അയാൾക്ക് അതിന് പ്രതിഫലം കിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം വിഷയം എന്താണ്? അത് വാസിയായിട്ടുള്ള വിഷയമാണ്, എല്ലാം ജായിസാണ്. എന്നിട്ട് അദ്ദേഹം പറയണ ലാക്കിൻ, എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു എല്ലാം ജായിസാണെന്ന് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, മൻ ബഖിയ മഅൽ ഇമാമി ഹത്താ യുകമ്മില സ്വലാത്ത് ഹാസൽ അഫ്ളലിയ, എന്നാൽ ആരാണോ ഇമാമിനെ പൂർത്തിയാക്കിയിട്ട് ആ നിസ്കാരം പൂർത്തിയാക്കുന്നത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠം നേടിയിട്ടുള്ളത്. വസോറക്കമൻ ഖാമൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെ ആയി തീർന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ദർസ് അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയാൽ കിട്ടും. അവൻ രാത്രി പൂർണ്ണമായി നിസ്കരിച്ചവനെ പോലെ ആയി തീർന്നു. അപ്പോ ഇത് ഹറാമാണ് എന്നുള്ളതോ ബിദ്അത്താണ് എന്നുള്ളതോ പറയാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ ഇമാമിനെ പിരിഞ്ഞു പോന്നാൽ അത് ഹറാമാണ് എന്നുള്ളതോ ബിദ്അത്താണ് എന്നുള്ളതോ പറയാൻ പറ്റില്ല. പക്ഷെ ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് കരുതിയിട്ടാണ്. അപ്പൊ ഇത് ജായിസാണ്. പക്ഷെ അഫ്ളൽ എന്താണ്? ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആ തറാവി നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇതേ രൂപത്തിലുള്ള ഫത്വകളാണ്, വിശദീകരണങ്ങളാണ് അഹ്ലുസുന്നത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസിന് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മളൊരു ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, തറാവീഹ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ആ തറാവീഹ് ആ ഇമാമിന്റെ പിന്നിൽ തന്നെ പൂർത്തിയാക്കുക. അതാണ് എന്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇതാണ് അതിൽ ഒന്നാമതായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് പറഞ്ഞു,
അതിന്റെ വിശദീകരണം പറഞ്ഞു, അതിന്റെ തെളിവ് പറഞ്ഞു.